നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാറിപ്പോയി മദ്യപിച്ച് തല്ലുകൂടിയ പ്രശ്നങ്ങളൊക്കെ തീരോ? വീട്ടിലുള്ളവരുടെ കാര്യം കൂടി നോക്കാത്തെന്താ? എവിടേക്കാ ബോധം പോലും ഇല്ലാതെ വണ്ടി ഓടിച്ചു പോയിരിക്കുന്നെന്ന് ആർക്കറിയാം? എന്റെ ഈശ്വര. ഡോക്ടർ അന്വേഷിച്ചു പോയിരിക്കല്ലേ, രാജുവേട്ടനും കൂടെയുണ്ട്. അവർ അദ്ദേഹത്തെ കണ്ടെത്തി കൊണ്ടുവരും. അയ്യോ ചേച്ചി ഇങ്ങനെ കരയാതെ. നിനക്ക് എങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ കഴിയുന്നമ്മു? സഞ്ജുവിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? എവിടെയെങ്കിലും വണ്ടി നിർത്തി അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. മദ്യമൊക്കെ കഴിച്ചതുകൊണ്ട് വീട്ടിലേക്ക് വരാത്തതാ. ബീച്ച് റോഡിലേക്ക് പോയെന്നല്ലേ രാജു പറഞ്ഞത്? എന്തിനാ സഞ്ജു അങ്ങോട്ട് പോയെ? എല്ലാം കൈവിട്ട നിലയില സഞ്ജു. ജീവിക്കാനുള്ള പ്രതീക്ഷ പോലും ഇല്ലാതായി. സഞ്ജു എന്തെങ്കിലും കടുകെ ചെയ്താ പിന്നെ ഞാനും ഉണ്ടാവില്ല. ഞാനും മരിക്കും. ഈ വിവരം ഇവിടെ ആരോടും പറയാനും കഴിയുന്നില്ലല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. അവിടെ ഒന്നും സഞ്ജുവിന്റെ കാറ് കാണുന്നില്ല. എന്നാ നമുക്കിനി ബീച്ചിലേക്ക് പോവാം. വൈകാൻ പാടില്ല. നീ കേറ്. ലച്ചുവാണല്ലോ. ചിലപ്പോ സഞ്ജു വീട്ടിലെത്തി കാണും. എടുക്ക്. എന്താ ലച്ചു? അദ്ദേഹത്തെ കണ്ടോ? സഞ്ജുവിന്റെ കാർ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഞങ്ങള് ബീച്ചിലേക്ക് പോവാ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കണ്ടെത്തിയേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചേച്ചി ഇവിടെ 2 തവണ ബോധം കെട്ട് വീണു. ലച്ചു അമ്മയെ വിളിച്ച് വിവരം പറ. അമ്മയാണെങ്കിൽ ഉച്ച മുതല് ഒട്ടും വയ്യാതിരിക്ക. അമ്മയോട് ചെന്ന് വിവരം പറയാൻ പറ്റില്ല. കാവേരി ചേച്ചിയും ദിനേശേട്ടനും അവരുടെ തറവാട്ടിലേക്കും പോയി. ലച്ചു അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. കാറ് പാർക്ക് ചെയ്ത് സഞ്ജു അതിനുള്ളിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും. അങ്ങനെ പറ. ഷോ, ഇതൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. ചേച്ചി അത് മനസ്സിലാക്കുന്നില്ല. ഇതുവരെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത നിലയ്ക്ക് ഞാൻ പോലീസിലൊന്ന് വിവരം അറിയിക്കാം. എന്തായാലും ഞങ്ങളൊന്ന് ബീച്ച് വരെ അന്വേഷിച്ചു പോവാ. വൈകും തോറും കാര്യങ്ങൾ കൈവിട്ടു പോവേ. ചേച്ചി വല്ല കടുങ്കയും കാണിക്കും. ലച്ചു അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞങ്ങളൊന്ന് ബീച്ചിലേക്ക് പോയിട്ട് വരട്ടെ. ശരി. രാജു, നീ വാ, കേറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.